കറണ്ട് ആയിട്ട് സാറേ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ നിതി ആയോഗ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരെ മാറിയിട്ടുണ്ട്. നിതി ആയോഗിന്റെ സിഇഒ ആണെങ്കിലും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എല്ലാത്തിനും വ്യത്യാസമാണ്. ഇപ്പൊ കമ്പനി ബോർഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 10 മാർക്കാണ് കേരള ഗവർണൻസ് വരുന്നത്. യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ വരുവാണെങ്കിൽ 5 മാർക്കിനാണ് നമുക്കുള്ളത്. അതുപോലെ ജയിലറിന്റെ കാര്യത്തിലേക്കൊക്കെ നമ്മൾ വരുവാണെങ്കിൽ എന്തായാലും SCRT NCRT നമുക്ക് മുൻകാല ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ NCRT നന്നായിട്ട് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ചോദിച്ചു വരുന്നത്. എന്താ കമ്പനി ബോർഡിൽ ഇപ്പം ആദ്യമായിട്ടൊക്കെ PSC ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷേ ഈ പറയുന്ന ആക്ടുകളൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് അവർക്ക് വരുന്നതായിരിക്കും. പക്ഷെ എന്നും കരുതി അത് കളയാനൊന്നും പറ്റത്തൊന്നുമില്ല. ഹായ് ഹലോ, അപ്പൊ നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എക്സാം ഒക്കെ കഴിഞ്ഞ് മെയിൻസിന് വേണ്ടി തയ്യാറെടുക്കായിരിക്കും അല്ലെ. അപ്പോ എങ്ങനെ പഠിച്ചു തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നൊക്കെ കൺഫ്യൂഷനിലായിരിക്കും പലരും ഇരിക്കുക. അപ്പൊ നമ്മുടെ സൈലം PSCയുടെ ഏറ്റവും പുതിയ ബാച്ച് ഈ വരുന്ന മെയ് 18 ആരംഭിക്കുകയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഓരോ സിലബസും പോവുക അല്ലെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. തീർച്ചയായും സാർ, ഇപ്പൊ നമ്മുടെ ഒരു മാർക്കിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ, ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഹിസ്റ്ററി, ജോഗ്രഫി, എക്കോണമിക്സ്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, മെയിൻ ആയിട്ടുള്ള ഈ 4 പാർട്ടും കൂടി ഒരു 20 മാർക്കിനാണ് നമുക്കുള്ളത്. അതെ. അതുപോലെ തന്നെ നമ്മുടെ MEM എന്ന് പറയുന്നത് എല്ലാ എക്സാമുകൾക്ക് നോക്കുകയാണെങ്കിൽ ഒരു 30 മാർക്കിനാണ് MEM ഉള്ളത്. അതെ. പിന്നെ അതുപോലെ തന്നെ സയൻസ് അല്ലെ, ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് അങ്ങനെയുള്ളതിന് അതിനനുസരിച്ചുള്ള ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോന്നും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ സിബി സാർ, നിങ്ങൾ സയൻസ് ചെയ്യുന്ന തുടങ്ങിക്കോ. കാരണം പ്രിലിംസിന് നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി അല്ലേ. അപ്പൊ ഇവിടെ എന്തായാലും സയൻസ് ചെയ്യുന്നവർ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. സാർ തന്നെ തുടങ്ങിക്കോ. ഓക്കെ, നമുക്ക് പ്രിലിംസിന് സയൻസ് ആൻഡ് ടെക്നോളജി ആയിരുന്നു വന്നിരുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നമുക്ക് സ്പേസ്, ഡിഫൻസ്, എൻവിയോൺമെന്റ് അങ്ങനെ വളരെ ലാവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ലൈഫ് സയൻസസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കെമിസ്ട്രി, ഫിസിക്സ്, ഈ 3 കാര്യങ്ങൾ പക്ക സയൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സാറേ, അപ്പൊ അതിനകത്ത് സയൻസിനകത്ത് നമ്മൾ എവിടെ നിന്നൊക്കെ തുടങ്ങണം? ഒരു NCRT മതിയോ അതോ NCRT പോകണം? +1 +2 ലെവലൊക്കെ എങ്ങനെയാണ്? നമ്മള് എന്തായാലും SCRT NCRT നമുക്ക് മുൻകാല ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ NCRT നന്നായിട്ട് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ചോദിച്ചു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അത് മുൻനിർത്തി തന്നെ ഒരു ഹയർ സെക്കൻഡറി ലെവലിലുള്ള കാര്യങ്ങളെങ്കിലും നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. നമുക്ക് ആ ഒരു കെമിസ്ട്രിയുടെ ഒക്കെ നമുക്ക് ആ ഒരു ബോണ്ടിന്റെ ഒക്കെ അതൊക്കെ വെച്ചിട്ട് ഡയഗ്രാം ഒക്കെ വെച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിഗ്രി മെയിൻസിനൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് തീർച്ചയായും ആ ഒരു ഡിഗ്രി ലെവലിന് നമുക്ക് ആ ഒരു NCRT മെയിൻ ഫോക്കസ് ചെയ്ത് തന്നെ സയൻസ് പഠിക്കണം. SCRTയും NCRTയും NCRT ആണ് കുറച്ചും കൂടി കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളൂ. +1 +2 നല്ലപോലെ ഫോക്കസ് ചെയ്യണം. ഓക്കെ. അപ്പൊ സാർ, നമ്മുടെ ആ ഒരു സയൻസിന്റെ ആ ഒരു ടോപ്പിക്ക് നമുക്ക് എങ്ങനെയായിരിക്കും സാറ് ഒന്ന് കൈകാര്യം ചെയ്യാം? അതേപോലെ നമുക്ക് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആണെങ്കിലും കമ്പനി ബോർഡ് ആണെങ്കിലും ജയിലർ ആണെങ്കിലും ഇതൊക്കെ സയൻസിന് സെയിം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ ചെറിയ വ്യത്യാസം മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലുണ്ട്. ഇപ്പം എല്ലാത്തിലും എക്സാമുകളിൽ പറയുകയാണെങ്കിൽ 10 മാർക്കോ അതിന് മുകളിലോട്ടോ ഉള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ. അപ്പം അതിനകത്ത് വരുമ്പം ഞാൻ അവിടെ കൈകാര്യം ചെയ്യുന്ന ഫിസിക്സ് ആണ്. അപ്പൊ ഫിസിക്സ് സബ്ജക്റ്റിൽ വരികയാണെങ്കിൽ നമുക്ക് ജനറിക് എക്സാംസിന് സാധാരണ പഠിക്കുന്ന ടോപ്പിക്സ് തന്നെയാണ് ഇതിലുള്ളത്. ടോപ്പിക്സ് സെയിം ആണ്, പക്ഷെ കുറച്ചും കൂടി ഡെപ്തിലോട്ട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. ഒരു ഡിഗ്രി ലെവൽ മെയിൻ എക്സാംസ് എന്ന് പറയുമ്പോൾ ആ രീതിയിലോട്ട് തന്നെ കാര്യങ്ങളെ കാണേണ്ടതായിട്ട് വരും. അപ്പൊ അതിൽ നമ്മൾ SCRT NCRT മുൻകാലങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ കൂടി നോക്കി അതിനനുസരിച്ച് ഉള്ളൊരു പഠന രീതി ആയിരിക്കും നമ്മൾ ആവിഷ്കരിക്കുക. ഓക്കെ. അപ്പൊ അത് നല്ലതായിരിക്കും. നിങ്ങളുടെ സബ്ജക്റ്റിന്റെ കാര്യമാണ്. ശരി, എന്റെ സബ്ജക്ട് എന്ന് പറയാൻ ഞാൻ ഇതിനകത്ത് പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നത് കേരള ഗവേണൻസ്, ഇമ്പോർട്ടന്റ് ആക്ട്, പിന്നെ SIക്ക് നമുക്ക് വരുന്ന ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കുകളുമാണ് എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ 3 നമുക്കിപ്പോൾ ഏത് നോക്കിയാണെങ്കിലും ശരി, ഇപ്പോൾ SI നോക്കുകയാണെങ്കിൽ അതിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് ഇനി ഒന്ന് മാറ്റമൊന്നും വരാനൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ട് തന്നെ സെയിം തന്നെയാണ്. BNSസും നമ്മുടെ സൈബർ ലോയും കാര്യങ്ങളും, ഇൻഫർമേഷൻ ടെക്നോളജി, IT ആക്ട് കാര്യങ്ങളും, കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, 45 മാർക്കിനുള്ള നമുക്ക് മാറ്റമൊന്നും നമുക്ക് വരുന്നില്ല. നമുക്ക് ബാക്കിയുള്ള നമ്മൾ പരീക്ഷകൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ ശരി, കമ്പനി ബോർഡാണെങ്കിൽ ശരി, നമ്മുടെ ജയിലർ ബോർഡിലെ പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് വരുന്ന ഒരു പ്രധാന മേഖല എന്ന് പറഞ്ഞാൽ കേരള ഗവേണൻസ് ആണ്. അപ്പോൾ കേരള ഗവേണൻസ് നമുക്ക് എല്ലാത്തിനും നമുക്ക് SIക്ക് നമുക്ക് കേരള ഗവേണൻസ് വരുന്നുണ്ട്. പക്ഷേ ഓരോന്നിനും നമുക്ക് ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എല്ലാത്തിനും വ്യത്യാസമാണ്. ഇപ്പോൾ കമ്പനി ബോർഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 10 മാർക്കാണ് കേരള ഗവേണൻസ് വരുന്നത്. യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ വരുവാണെങ്കിൽ 5 മാർക്കിനാണ് നമുക്കുള്ളത്. അതുപോലെ ജയിലറിന്റെ കാര്യത്തിലേക്കൊക്കെ നമ്മൾ വരുവാണെങ്കിൽ അവിടെ നമുക്ക് 5 മാർക്കിന് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് വരുന്നുള്ളൂ. പക്ഷേ കണ്ടന്റ് എല്ലാം എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. എല്ലാം നമ്മൾ ഒരേ കണ്ടന്റ് തന്നെ ഒരേ രീതിയിൽ തന്നെ ഒരേ ഡെപ്തിൽ തന്നെ എന്ത് ചെയ്യും, നമ്മൾ പഠിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ കേരള ഗവേണൻസ് ഇപ്പോൾ നമുക്കാണെങ്കിൽ പ്രിലിംസിന് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് പഠിക്കുന്നില്ല. പ്രിലിംസിന് കേരള ഗവേണൻസ് പഠിക്കാനില്ല. പക്ഷേ സിവിക്സിനകത്തുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കേരള ഗവേണൻസിന്റെ കൂട്ടത്തിൽ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ കേരള സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ നമ്മുടെ എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ നമ്മുടെ സ്കീംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഈ പറയുന്ന എന്താണ് നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി VBG റാംജിയുമായി ബന്ധപ്പെട്ട കാര്യം, അതെല്ലാം നമുക്ക് ഇവിടെ നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് നിയമങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അതും സെയിം കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് നമുക്ക് ഇവിടെ കേരള ഗവേണൻസിന് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറഞ്ഞൊരു സാധനം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കയറി വരും. അത്
നമുക്ക് ആ ഒരു ഇൻ ഡെപ്തിലേക്കൊന്നും പോയിട്ട് നമുക്ക് പഠിക്കണ്ട. ജസ്റ്റ് എന്താണ് ആ സർഫസ് അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് ലെവലിൽ നിന്ന് പഠിക്കുന്ന രീതിയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കേരള ഗവർണൻസ് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണോ ചോദിച്ചാൽ ബുദ്ധിമുട്ടുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ ഇതിനകത്ത് ആധികാരികമായിട്ട് പഠിക്കാനുള്ള മെറ്റീരിയൽ നമുക്ക് എന്താണ് വളരെ ലിമിറ്റഡ് ആണ്. ഓക്കെ, നമുക്കത് പ്രധാനമായിട്ട് നമുക്ക് ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് മറ്റും കയറിയിട്ടൊക്കെ പഠിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ. അതെ, നമുക്ക് ആ ഒരു എന്താണോ നമ്മൾ ഗവൺമെന്റ് വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് നോക്കിയിട്ട് തന്നെ ആയിരിക്കും നമ്മൾ എന്ത് ക്ലാസ്സുകളൊക്കെ പോകും. എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്ത് വേണോ അത് തന്നെ നമ്മൾ ക്ലാസ്സുകളൊക്കെ പോകും. അഡ്മിനിസ്ട്രേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട് അതിന് നമുക്ക് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സും കാര്യങ്ങളുണ്ട്. അതിനെ ഫോക്കസ് ചെയ്ത് തന്നെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ക്ലാസ്സുകളും കാര്യങ്ങളും പോകാം. പിന്നെ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ അതിൻ്റെതായ ഓരോ ടോപ്പിക് കഴിയുന്നതിനനുസരിച്ച് നമ്മൾ അത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അല്ലാതുള്ള മോഡൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും. ഇതാണ് കേരള ഗവേണൻസുമായി ബന്ധപ്പെട്ട് പറയേണ്ട ഒരു കാര്യം. പിന്നെ നമുക്ക് ഇതിനകത്ത് നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കമ്പനി ബോർഡിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആക്ട് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് വരുന്നുണ്ട്. ആ ഇമ്പോർട്ടന്റ് ആക്ടിൽ ഇപ്പോൾ നമുക്ക് 10th ലെവൽ പരീക്ഷകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആക്ട് 5 മാർക്കിന് നമുക്കുണ്ട്. ഇപ്പോൾ RTA ആക്ട് പോലുള്ള കാര്യങ്ങൾ അതേപോലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പം RTA ആക്ട് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. പിന്നെ അതേപോലെ റൈറ്റ് ടു പബ്ലിക് സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കുണ്ട്. പിന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെഷൻസ്, കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സേഫ് ഗാർഡ്സ് ഓഫ് വുമണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സേഫ് ഗാർഡ്സ് ഓഫ് ചിൽഡ്രന്, കറപ്ഷന്, പബ്ലിക് സർവന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആക്ട് 5 മാർക്കിന് നമുക്ക് പഠിക്കാനായിട്ട് നമുക്കുള്ളത്. ഇതിനകത്ത് RTA ആക്ട് നമ്മൾ എല്ലായിടത്തും പഠിക്കുന്നതാണ്. പ്രിലിംസ് നമ്മൾ പഠിക്കുന്ന സെയിം സാധനം തന്നെയാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നമ്മൾ പ്രിലിംസിനകത്ത് എക്കണോമിക്സിനകത്ത് അതേപോലെ സിവിക്സിന്റെ ഭാഗത്ത് നമ്മൾ പഠിക്കുന്ന അതേ കാര്യങ്ങൾ. പക്ഷെ കുറച്ചുകൂടെ എന്ത് ചെയ്യും നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിയമമൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. വൾണറബിൾ സെഷൻസ് അവിടെ നമുക്കുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സിവിൽ റൈറ്റ്സ് ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, SC/ST അട്രോസിറ്റീസ് ആക്ടുമായി ബന്ധപ്പെട്ട ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ അതേ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട്, ട്രാൻസ്ജെൻഡേഴ്സ് ആക്ട്, അങ്ങനെയുള്ള കുറച്ച് ആക്ടുകളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് വുമണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ നമുക്ക് നേരത്തെ IPC വുമൻസിനുള്ള പ്രൊട്ടക്ഷൻ അത് മാറി ഇനി എന്തായാലും BNS വുമൻസുള്ള പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ പബ്ലിക് ഡീസൻസി മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, വുമൻസ് കമ്മീഷൻ ആക്ട്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, പിന്നെ പോഷ് നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അത്യാവശ്യം നമുക്ക് 5 മാർക്കിനാണെങ്കിൽ പോലും നമുക്ക് ഏകദേശം ഒരു 10-25 മേലിൽ നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ വലിയ ഹൈ ലെവലിലേക്കൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല പോകത്തില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിലിംസ് പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്താ പറയുക, ഒരുപാട് ഡെപ്തിലേക്കൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല കൊണ്ടുപോകത്തില്ല. നിയമങ്ങൾ നമുക്ക് എന്ത് ചെയ്യില്ല കൊണ്ടുപോകത്തൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് ലോകായുക്ത ആക്ടുകൾ അതൊക്കെ നമുക്ക് പ്രിലിംസിനകത്ത് കുറച്ച് കണ്ടന്റ് പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോക്സോ നിയമം അത് നമ്മൾ പഠിക്കും. നമുക്ക് അഡീഷണൽ ആയിട്ട് ഇവിടെ ജൂനിയർ ജസ്റ്റിസ് മാത്രം നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിക്കാൻ നമുക്കുള്ളൂ. പബ്ലിക് സർവൻസ് ഓൾറെഡി നമ്മുടെ എന്താണ് SI ഒക്കെ വരുമ്പോൾ അവിടെ നമുക്ക് പബ്ലിക് സർവൻസുമായി കുറച്ച് കാര്യങ്ങളുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് ആണ് നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു ഇമ്പോർട്ടന്റ് ആക്ട് 5 മാർക്ക് ഉള്ളെങ്കിൽ പോലും 9 ഡിവിഷൻസ് നമുക്ക് അതിനകത്തുണ്ട്. വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല കേട്ടോ, നിയമങ്ങളാണ്. അപ്പോൾ നിയമങ്ങൾ അതിന്റെ ഒരു പരിധിക്കുള്ളിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ചോദ്യങ്ങൾ നമുക്ക് വരുത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ. പിന്നെ SIയുടെ സ്പെഷ്യൽ ടോപ്പിക് നേരത്തെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, മാറ്റമൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് നമുക്കുള്ളത് ജയിലറുടെ ആ ഒരു സിലബസുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ജയിലറുടെ പരീക്ഷ നടന്നപ്പോൾ നമുക്ക് 2019 ആ ഒരു ജയിലറുടെ പരീക്ഷയിൽ നമുക്ക് 20 മാർക്കായിരുന്നു നമുക്ക് ആ ഒരു പോസ്റ്റ് റിലേറ്റഡ് ആ ഒരു സ്പെഷ്യൽ ടോപ്പിക് നമുക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് നമുക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻ ആക്ട് നമുക്ക് അന്ന് നമുക്ക് ഉണ്ടായിരുന്നു. അത് സെയിം ഇപ്പോഴും നമുക്ക് വരാം. പിന്നെ നമുക്ക് ആ ഹിസ്റ്ററി ഓഫ് ജയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ സൂപ്രണ്ടന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട് യങ് ഒഫൻഡേഴ്സും വുമൺ പ്രിസണേഴ്സും പിന്നെ ലീവ് ഓഫ് പ്രിസണേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണുള്ളത്. പിന്നെ അതിനകത്ത് നമുക്കൊരു മാറ്റം വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കുറച്ച് എക്സിക്യൂഷൻ, സസ്പെൻഷൻ, റെമിഷൻ, കമ്മ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട് ശിക്ഷ നടപ്പിലാക്കുന്നത്, ശിക്ഷ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് അത് നമുക്ക് CRPC ആയിരുന്നു പഴയ സിലബസിനകത്ത് നമുക്ക് പറഞ്ഞിരുന്നത്. അത് മാറിയിട്ട് നമുക്കിപ്പോൾ ഒരു പുതിയ BNSS വരും. പിന്നെ IPCയിലെ ചാപ്റ്റർ 3 നമുക്ക് പഠിക്കാൻ നമുക്കുണ്ടായിരുന്നു. അത് മാറിയിട്ട് നമുക്കിപ്പോൾ എന്ത് ചെയ്യും, BNS വരും. ഇതേ ഒരു മാറ്റം വരാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, നമുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ 18 മാർക്കാണ് നമുക്ക് ആ ജയിലും നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. 2 മാർക്ക് നമുക്ക് IT ആക്ട് ഒന്നും മാറ്റങ്ങളൊന്നും വരാനൊന്നും സാധ്യതയൊന്നും എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആ ഒരു സിലബസ് ഫോക്കസ് ചെയ്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോഴേ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ സ്കോർ ചെയ്ത് നമുക്ക് കയറി വരാവുന്ന കാര്യമുള്ളൂ. അപ്പൊ നമ്മുടെ എക്കണോമിക്സിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സാറേ നമുക്ക് പ്രിലിംസിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ്. എന്നാൽ പ്രിലിംസിൽ പഠിച്ച കുറെ ടോപ്പിക്കുകൾ നമുക്ക് അതുപോലെ തന്നെ പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ 5 ഇയർ പ്ലാൻസ്, നിതി ആയോഗ് തുടങ്ങിയ ടോപ്പിക്കുകളൊക്കെ അതേപടി നമുക്ക് ഇവിടെ മെയിൻസിന്റെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എക്സ്ട്രാ നമുക്ക് ഡെപ്തിലേക്ക് പോകേണ്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ന്യൂ എക്കോണമിക് പോളിസി നമ്മുടെ പ്രിലിംസിന്റെ സിലബസിൽ ഇല്ലായിരുന്നു. പക്ഷെ ഒരു 10th ലെവലൊക്കെ നമ്മളെ പിന്നീട് PSC പഠിക്കുന്നവരാണെങ്കിലും യൂണിഫോം പോസ്റ്റ് പഠിക്കുന്നവരാണെങ്കിലും ഓൾറെഡി അതിന്റെ സിലബസിന്റെ ഭാഗമായിട്ടുള്ള പഠിച്ച ഭാഗമാണ് ന്യൂ എക്കോണമിക് പോളിസിയൊക്കെ. അപ്പോൾ ന്യൂ എക്കോണമിക് പോളിസി അങ്ങനെയുള്ള ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ മെയിൻസിന്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ അഗ്രികൾച്ചർ, മേജർ ക്രോപ്പ്, ഗ്രീൻ റെവല്യൂഷൻ, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യണം മെയിൻസിന്റെ ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട GST ടാക്സ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, പ്രിലിംസിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതാണ് നമ്മുടെ ഒരു മെയിൻസിന്റെ ഭാഗമായിട്ട് എക്കണോമിക്സിന്റെ ഭാഗത്തുള്ള 5 മാർക്ക്. അത് നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പൊ കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ വരാം എക്കണോമിക്സ്? കറണ്ട് ആയിട്ട് സാറേ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ നിതി ആയോഗ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരെ മാറിയിട്ടുണ്ട്. നിതി ആയോഗിന്റെ CEO ആണെങ്കിലും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ. പിന്നെ അതുപോലെ നിലവിലുള്ള ഇൻഡെക്സുകൾ കുറച്ച് അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് നിതി ആയോഗിന്റെ ഇൻഡെക്സുകളാണെങ്കിലും ഗവൺമെന്റ് പബ്ലിഷിംഗ് ഇൻഡെക്സുകളാണെങ്കിലും ഗ്ലോബലിയുള്ള ഇൻഡെക്സുകളാണെങ്കിലും, അപ്പൊ അങ്ങനെയുള്ള ഇൻഡെക്സുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് എക്കണോമിക്സിന്റെ ഭാഗത്ത് നമുക്ക് എക്സ്ട്രാ കിട്ടേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് നമ്മളെ ആ LSTSന്റെ മെയിൻസ് ഒക്കെ നമ്മൾ ഡേറ്റ ഒക്കെ അനലൈസ് ചെയ്ത് അതെ ആ ഒരു ലെവലിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ചുകൂടി സ്കീംസുകളാണെങ്കിലും എക്കണോമിക് റിവ്യൂനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള. അപ്പൊ നമ്മളൊരു ബഡ്ജറ്റ് എക്കോണമി റിവ്യൂ നോക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യും, ഇൻ ഡെപ്ത് നമ്മളിവിടെ മെയിൻസിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് 5 മാർക്കിനൊക്കെയാണ് നമുക്കുള്ളത്. നമുക്ക് ഇതിനകത്ത് മറ്റേ SI വരുമ്പോൾ നമുക്ക് 7 മാർക്കാണ് ഉള്ളത്. പക്ഷെ പ്രിലിംസിന് പഠിച്ച കുറേ കാര്യങ്ങൾ നമുക്കിവിടെ ഉണ്ടെങ്കിൽ പോലും അഡീഷണൽ ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് നമുക്കുണ്ട്. അവിടെ നമുക്ക് ഈ പറയുന്ന എന്താണ് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് നമ്മൾ പ്രിലിംസിന് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് വരുന്നില്ല. പിന്നെ നമുക്ക് സിവിക്സിനകത്ത് ഉണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ഭാഗം എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ നമുക്കൊരു ഒരു വ്യത്യാസമായിട്ട് നമുക്ക് വരുന്നത്. പിന്നെ കോമൺ ആയിട്ട് നമുക്ക് GST അവിടെയുണ്ട്, ഇവിടെയുണ്ട്. GST കൗൺസിൽ നമുക്ക് രണ്ടിടത്തും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എക്കണോമിക്സിന്റെ നമുക്ക് എന്ത് ചെയ്യണം, അടുത്തൊരു സിലബസ് വരുമ്പോൾ നമുക്ക് നോക്കണം. അതെ, നമുക്ക് കേരള എക്കോണമി സെപ്പറേറ്റ് കഴിഞ്ഞ എക്സാം. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്കൊരു ടോട്ടൽ ആയിട്ടുള്ള സിലബസ്. പിന്നെ ഹിസ്റ്ററി, ജോഗ്രഫി അതൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പ്രിലിംസിന്റെ സെയിം സിലബസ് തന്നെ. പക്ഷെ ആ ഒരു പ്രിലിംസ് ഓറിയന്റബിൾ പഠിക്കുമ്പോൾ പ്രിലിംസിൽ പഠിച്ചതിനേക്കാൾ കൂടുതൽ ഡെപ്തിലോട്ട് പഠിക്കേണ്ടതായിട്ടുണ്ടോ? അതെ, തീർച്ചയായിട്ടും. അത് കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ പിന്നെ ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകളെല്ലാം നമ്മളൊരു മെയിൻസ് ലെവലിൽ തന്നെയാണ് പ്രിലിംസിൽ എടുത്ത് വന്നതുകൊണ്ട് നമ്മൾ ആദ്യം മുതൽ കുട്ടികളുടെ തന്നെ അങ്ങനെയാണ് പറയും. ഇപ്പോഴേ തന്നെ പ്രിലിംസ് പഠിക്കാൻ തന്നെ മെയിൻസ് ലെവലിൽ പഠിച്ചു പോകുകയാണെങ്കിൽ മെയിൻസ് എന്തായാലും അവർക്ക് ഈസി ആയിരിക്കും. ബാക്കി അഡീഷണൽ വന്ന ടോപ്പിക് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റും. നമ്മുടെ കുട്ടികളെല്ലാം ഓൾറെഡി ആ ഒരു രീതിയിൽ തന്നെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന അടുത്തൊരു ഇഷ്യൂ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയമായിരിക്കും അവർക്ക് കിട്ടുക. അതെ, അപ്പൊ ഒരു ചുരുങ്ങിയ സമയത്തിൽ നമ്മൾ ഇത്രയും കണ്ടന്റ് എങ്ങനെ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചെടുക്കാം, കൊടുക്കാന്നുള്ളതാണ്. ഓക്കെ, അത് കുട്ടികൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കവർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് പറയാനുള്ള ഒരു കാര്യം, ഓൾറെഡി നിങ്ങൾ പ്രിലിംസ് ഓൾറെഡി പഠിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പ്രിലിംസിന് പഠിച്ച കാര്യങ്ങൾ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിൽ പഠിക്കുക. കൂടുതൽ ടൈം അതിന് ഡിവോട്ട് ചെയ്യാതിരിക്കുക. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അതെന്തായാലും എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. കാരണം നമുക്കൊരു റാങ്ക് മേക്കിംഗ് മേഖല എന്ന് പറയുന്നത് എപ്പോഴും ഒരു മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന് തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു കമ്പനി ബോർഡിൽ ഇപ്പം ആദ്യമായിട്ടൊക്കെ PSC ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവർക്കൊരു പക്ഷേ ഈ പറയുന്ന ആക്റ്റുകളൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് അവർക്ക് വരുന്നതായിരിക്കും. പക്ഷേ എന്നും കരുതി അത് കളയാനൊന്നും പറ്റത്തൊന്നുമില്ല. എന്തായാലും പഠിച്ചിരിക്കും. എന്തായാലും ഇതിനകത്ത് ഈ RT ആക്ട് എല്ലാത്തിനകത്ത് എന്താണ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ അതൊരു സെലക്റ്റീവ് ആയിട്ടുള്ള മേഖലകൾ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ബെറ്റർ ആയിട്ടുള്ളൊരു മേഖലയായിരിക്കും. അവർക്ക് നല്ലതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ ഒരു സ്മാർട്ട് വർക്കും കൂടെ അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യും വരും. അപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക് ഇപ്പോൾ SIയുടെ പോലുള്ള പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക് ആണെങ്കിലും ശരി, ഇപ്പോൾ കമ്പനി ബോർഡിനകത്ത് വരുന്ന ഈ ഇമ്പോർട്ടന്റ് ആക്ട് ആണെങ്കിലും ശരി, അതൊന്നും നിങ്ങൾ എന്ത് 5 മാർക്കിനല്ലേ ഉള്ളൂ എന്ന രീതിയിൽ സ്കിപ്പ് ചെയ്യാതിരിക്കരുത്. അതിനകത്തുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു അത്യാവശ്യം ഒരു രീതിയിൽ പഠിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എക്സാമിന് ഫൈനൽ മാർക്ക് വരുമ്പോൾ അതെന്തായിരിക്കും റാങ്ക് മേക്കിംഗ് ആയിട്ട് തന്നെ അത് വരുന്നത് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കോഴ്സിന്റെ കാര്യം കൺക്ലൂഡ് ചെയ്യണം. യെസ്, അപ്പോൾ നമ്മുടെ കോഴ്സുകൾ നമുക്ക് ഈ വരുന്ന 18-ാം തീയതി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ സയൻസ് സബ്ജക്റ്റിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ കേരള ഗവേണൻസ്, ഇമ്പോർട്ടൻ്റ് ആക്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി പോലുള്ള പരീക്ഷകളുടെ, ജയിലർ പോലുള്ള പരീക്ഷകൾക്കൊക്കെ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കുകളുണ്ട്. അത് നമുക്ക് സിലബസ് വന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, അതിലേക്ക് നമ്മൾ കിടക്കുക. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അന്നേരം മാത്രമേ നമുക്ക് കൺഫേം ചെയ്ത് നമുക്ക് പറയാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു മേഖലകളിലേക്ക് നമ്മൾ കിടക്കുക. SIയുടെ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇനി ഒരു മാറ്റങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. അതിൻ്റെ ബാച്ചസ് നമ്മൾ എന്ത് ചെയ്യും, ഓൾറെഡി തന്നെ നമ്മൾ 18-ന്റെ കൂട്ടം തന്നെ റൺ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സയൻസ് സബ്ജക്റ്റുകളെല്ലാം നമ്മൾ ലൈവായിട്ട് തന്നെ ആയിരിക്കും പോവുക. പിന്നെ നമുക്ക് കൂട്ടത്തിൽ കേരള ഗവേണൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ലൈവായിട്ട് തന്നെ പോകുന്നത് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോൾ ഫ്രീ നമ്പർ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും കിട്ടും. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യവും നമുക്ക് ഒരുപാട് റാങ്ക്, സെക്രട്ടറീസിന്റെ ഫസ്റ്റ് റാങ്ക് ഒക്കെ നമുക്കായിരുന്നു കിട്ടിയത്. SIയുടെ റാങ്ക് നമുക്കുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത പ്രാവശ്യവും നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് ഈ പറയുന്നതിലോട്ടൊരു ഉന്നത റാങ്കുകളിലേക്ക് എത്താം. നമുക്കിപ്പോൾ 6 or 7 പരീക്ഷകൾ നമുക്ക് കൂട്ടത്തിൽ ഈ ഒരു ഡിഗ്രിയുടെ കൂട്ടത്തിൽ നമുക്ക് വരികയാണ്. എല്ലാം നല്ല നല്ല പോസ്റ്റുകൾ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് പറയാം. റാങ്ക് പട്ടികയിലേക്ക് ഇടം നേടാനല്ലേ, ജോയിൻ ചെയ്തോളൂ, ഒട്ടും താമസിക്കണല്ലേ. തീർച്ചയായും. അപ്പോൾ ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു.